കല്യാണത്തിന് പോലും ഇത്ര ഒരുക്കങ്ങൾ ഉണ്ടായിട്ടില്ല കേട്ടോ സിനോ. ഒരു ഹോസ്പിറ്റൽ ബാഗ് എന്ന് പറഞ്ഞിട്ട് 2 ആഴ്ചയായിട്ട് ഞാൻ ഇതിൻ്റെ പിന്നില്ല. ഇന്ന് വാങ്ങാനുള്ള എന്തൊക്കെ എന്ന് പറയും കഴിഞ്ഞു. എന്തൊക്കെയുള്ളത്? ബ്രഷ്, പേസ്റ്റ്, സോപ്പ്, പിന്നെ ഇതൊക്കെ ഹോസ്പിറ്റലിലേക്കാ ഇപ്പം വരാൻ പോണ അനക്ക് എന്താണ് ഈ ഹോസ്പിറ്റലിലേക്ക് ഈ സാധനമൊക്കെ? ഇവിടെ ബ്രഷ് എടുക്കണ്ട വെച്ചിട്ട് പുതിയൊരു ബ്രഷ്, ഒരു പേസ്റ്റ്, സോപ്പ്, ഡെറ്റോള്, പാത്രം കഴുകണത്, പാത്രം കഴുകി പെരിയും കൂടിയൊക്കെ അങ്ങോട്ട് മാറ്റിയ. പിന്നെ അങ്ങനെ എന്താ വെച്ചാല് ഓപ്പറേഷൻ ആണെങ്കിൽ 5 ദിവസം, പ്രസവമാണെങ്കിൽ 3 ദിവസം, കുട്ടിക്ക് ഇനി മഞ്ഞ കുഞ്ഞി മറ്റേ മറിച്ചുണ്ടെങ്കിൽ അതിലേറൊക്കെ നിൽക്കേണ്ടി വരും. അതൊക്കെ കണ്ടറിഞ്ഞ് പോകണം. നമ്മൾ കണ്ടറിഞ്ഞ് പോകണല്ലേ? അപ്പൊ ഗൈസ് അത് കണ്ടറിഞ്ഞ് പോവാണ്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇതൊന്നും അറിയേണ്ടിയിരുന്നില്ല ഗൈസ്. അതെന്തേ? ഒക്കെ എൻ്റെ ഒരുക്കി വെച്ച് ഇതെല്ലാരും ഒരുക്കി വെക്കോ? ഞാനൊന്നും കണ്ടില്ല കേട്ടോ. ചക്കര പോകുമ്പോ ഒരുക്കി വെച്ചു. പിന്നെ അവിടെ നിങ്ങൾ പാത്രം ഓരോതും കൈ കഴുകിയതൊക്കെ എന്തേനു? ഹോസ്പിറ്റലിൽ നിന്ന് പ്ലേറ്റിൽ ഇങ്ങനെ കത്തിയൊക്കെ വിടുന്നെടുക്കാം. ഞാൻ കഴിഞ്ഞ പ്രസവത്തിന് ഞാൻ അതൊന്നും കൊടുത്തിട്ടില്ലല്ലോ. അലയൊക്കൊന്നും ഞാൻ അത് കണ്ടിട്ടില്ലല്ലോ. ഉണ്ടല്ലോ, നിങ്ങളറിയാത്തോണ്ടാണ്. ഇതിനിപ്പോ നിങ്ങള് മറ്റേ ഞങ്ങളാടുന്നൊക്കെ ആക്കി വെച്ചിന്. ഇനി ബാഡ് കമന്റ് പറയണ്ട കേട്ടോ. തുണികളൊക്കെ എന്റെ അമ്മ എന്നെ അവിടെ ഉണക്കി തിരുമ്പി ഒക്കെ റെഡിയാക്കി വെച്ചാണ്. പറയാതൊക്കെ ഉമ്മാരാ ചെയ്യണ്ടി, അങ്ങനെ ഇങ്ങനെ ഓളെന്തിനാ അതൊക്കെ പറയും. അപ്പൊ അതുകൊണ്ട് പറയണ തുണിയൊക്കെ അവിടെയാണ്, അതൊക്കെ ഉണക്കി അതൊക്കെ എന്റെ അമ്മ എല്ലാം ചെയ്ത് വെച്ചാണ്. എനിക്കിനി ഇവിടെ എന്റെ നൈറ്റീസൊക്കെ അന്ന് തിരുമ്പി. ഇന്ന് എനിക്ക് വേന വന്നപ്പോ ഞാൻ ഓർമ്മനോടൊന്നൊക്കെ എണീച്ച് വേഗം പോയി തിരുമ്പി. നാളേക്ക് രാത്രി പറയണ ഞാൻ ഇപ്പൊ പ്രസവിക്കുന്നു, വേന വരുന്നുണ്ട്. രാത്രി ഞാനൊരു പേടി മേടിച്ചിരുന്നു. ഞാൻ പ്രസവിക്കുക റബ്ബേ എന്തോ. പിന്നെ നെറ്റിത്തട ഇങ്ങനെ വിയർക്കണുണ്ടപ്പോ ഞാൻ എന്റെ അനിയത്തിൽ വെച്ചിട്ടുണ്ടേ നല്ല മരണമായിക്കും. നെറ്റിത്തടൊക്കെ വിയർക്കണം. വാട വിയർത്ത് എന്തോ ഒരു കോയൊക്കെ തോന്നുന്നു ഈ മാസം തന്നെ ഉണ്ടാവുന്ന തോന്നുന്നു. ഒരു വേനകളൊക്കെ ഉണ്ട്. അതായത് ഇന്നിപ്പോ ഇന്ന് 19-ാം തീയതി, അടുത്ത മാസം 22-ാം തീയതിക്കൊന്നും നിൽക്കൂല. ഈ മാസം തന്നെ മാക്സിമം ഉണ്ടാവും. പിന്നെ ഈ സോപ്പ്, ഇത് ഫേസ് വാഷ് ഒക്കെ നമ്മളെ ഇതനുസരിച്ചാട്ടോ. എല്ലാവർക്കും ആണെങ്കിൽ എല്ലാവർക്കും. പിന്നെ എന്തോ പറയരുത്, എനിക്ക് നമ്മൾ ഫേസ് വാഷ് വേണ്ട. ലിപ്സ്റ്റിക് വേണോ? ലിപ്സ്റ്റിക് ഒന്നും വേണ്ട. അല്ല ചോദിക്ക. പിന്നെ അതെന്തായാലും എല്ലാവർക്കും വേണ്ടേ? എന്തെങ്കിലും അഡീഷണൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യരുത്. ഓർമ്മല്ലോ ഒന്നും. നിങ്ങൾ പ്രസവിക്കാൻ പോകുമ്പോ ഇങ്ങനെയൊക്കെ കൊണ്ടുപോകണുണ്ടോന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് പറയാം. കാരണം ഞാൻ ഇവിടെ കുറെ ആൾക്കാർ പ്രസവിച്ചിട്ടും സിനു ആദ്യത്തെ പ്രസവിച്ചിട്ടൊന്നും ഞാൻ അത് കണ്ടിട്ടുമില്ല, ഇതായിട്ടുമില്ല. നിങ്ങളതിന് ഫുള്ള് ക്യാൻറ്റീനിൽ പോയി തിന്നലല്ലേ ഇനിയോ? അപ്പൊ നിങ്ങൾക്ക് അറിയില്ല. നമ്മള് പാത്രം മോറാനും ഞങ്ങളൊക്കെ ഉള്ളു നല്ല തിന്നുക. അപ്പൊ കൈ കഴുകാനും ഇതിനൊക്കെ വേണ്ടേ? പിന്നെ കുളിക്കാൻ സോപ്പ് വേണോ? ഇതൊക്കെ നമ്മൾ കുളിപ്പിക്കൂല, നമ്മള് കുളിക്കണല്ലോ. സാധനം പാത്രം സോപ്പൊക്കെ വേണോ? ചെറുത് വലുതല്ല വേണേ, ചെറിയൊരു കട്ട കഴിഞ്ഞു മതി. അല്ല ഞാൻ ഒരാഴ്ച ഒരു മാസത്തിനവിടെ പാർക്കാൻ പോവാണ് വിചാരിച്ചു ഹോസ്പിറ്റലിലേക്ക്. ഈ കണ്ട ഒരു പല ബില്ലുണ്ട്. പ്രസവാനന്തര കേന്ദ്രത്തിൽ പിന്നെ വേണ്ടേരെ ഉണ്ടാവില്ല. അവിടെ പിന്നെ കോല് തന്നെ, പാത്രം കോല് കൊണ്ടുപോകില്ലേ? നമ്മളൊന്ന് വൃത്തിയാക്കി കൊടുത്താൽ മതിയാവും. എന്താ അറിയില്ല അവസ്ഥ. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും എല്ലാവരും ഉറങ്ങുകയാണ്. അലേഹം ഉറങ്ങുകയാണ്, ബാക്കിയുള്ളവരൊക്കെ റെസ്റ്റ് എടുക്കുകയാണ്, ഉമ്മറക്കാരൊക്കെ റെസ്റ്റ് എടുക്കുകയാണ്. അപ്പം എന്തായാലും ഈ ഗ്യാപ്പിൽ നമുക്ക് പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങി എല്ലാം തിരുമ്പിയൊക്കെ റെഡിയാക്കിയതാ ഈ പുറത്ത് വെച്ചിക്കണേ. ഇതൊക്കെ നാളെ പാക്കാക്കി വെക്കും. മിക്കവാറും ഇപ്പം 35 വീക്കും 2 ഡേയ്സും ആയി. എനിക്ക് മെസ്സേജ് വന്നിരുന്നു. അപ്പോൾ 34 വീക്ക് വരെയെങ്കിലും കാത്തിരിക്കാനാണ് നമ്മളോട് ഡോക്ടർ പറഞ്ഞത്. ഇപ്പോൾ 35 ആയി. 36 ആണെങ്കിൽ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ കുട്ടീനെ ICUലോ ICUലൊക്കെ ഇടേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു. പുസ്തകത്തിന് ബാഗ് ഒരുക്കാന്ന് വെച്ച് പറയരുത് കേട്ടോ. അന്നും ഒരുക്കി ഇന്നും ഒരുക്കി, ഇനി ഓരോ സാധനങ്ങൾ ഒരുക്കി അടിച്ചതൊക്കെ കിട്ടി, അതൊക്കെ തിരുമ്പി അതും കൂടി ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാഗിലാക്കി വെക്കണം. എനിക്ക് വരെ ഇവിടെ എന്താണ് ഡ്രസ്സ് എടുത്തുക്കണു ഹോസ്പിറ്റലിൽ നിൽക്കുക. എനിക്ക് ഡ്രസ്സ്, അലയൊക്കെ ഡ്രസ്സ് ഒക്കെ ഹോസ്പിറ്റലിൽ നിൽക്കണം എന്ന് പറഞ്ഞ ഡ്രസ്സൊക്കെ എടുത്ത് ഒക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. അലയൊക്കെ ഡ്രസ്സ് ഒരുപാടുണ്ട് ഗൈസ്. അതെന്താന്ന് വെച്ചാൽ ഓളിപ്പോ പെട്ടെന്ന് നീളം വെച്ചുകൊണ്ട് ഓൾക്കൊന്നും പറ്റണില്ല. അപ്പൊ ഞാൻ എനിക്ക് ബർത്ത്ഡേക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് എന്താന്ന് വെച്ചാൽ ഓൾക്ക് ചേർച്ചില്ലാത്ത കുറച്ച് ഡ്രസ്സുകൾ, അതായത് അങ്ങനെയല്ല എടുത്തതിൽ നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പിന്നെ അതല്ല എന്താണ് കുറെ ഫ്രോക്ക് ടൈപ്പ്, നെറ്റ് ടൈപ്പ് അങ്ങനത്തെ ഒന്നും ഓൾക്ക് അങ്ങനെ പറ്റണില്ല. കാരണം ഓൾക്ക് ഡ്രൈ സ്കിൻ ആവുകൊണ്ട് ഓൾക്കത്
മേത്തിങ്ങനെ ഒരതിയിട്ട് ഇങ്ങനെ തൊലിയൊക്കെ ഇങ്ങനെ പോരും. അതുകൊണ്ട് അങ്ങനത്തെ കുറേ ഫ്രോക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്താ കാട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ആർക്കെങ്കിലൊക്കെ ആവശ്യക്കാർക്ക് നമ്മൾ കൊടുക്കും. അതേമാതിരി തന്നെ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ ആർക്കെങ്കിലും ആവശ്യക്കാർക്ക് കൊടുക്കും ഇൻഷാല്ലാ. ഇപ്പോൾ അതിനൊന്നും പറ്റിയൊരു സമയം ഇല്ലാത്തതുകൊണ്ടാണ്. ഒന്നാമത് നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പോൾ ഒരു പ്രഗ്നൻസി ടൈമും പിന്നെ ഷോപ്പിൻ്റെ ഇതായിട്ടുള്ള പരിപാടികളും ഉമ്മറ കഴിഞ്ഞ് എത്തിയ തിരക്കുകളും അങ്ങനെ മൊത്തത്തിൽ ഇപ്പോൾ ബിസിയാണ്. ഓക്കെ, അങ്ങനെ എന്താണ് ഇനിയിപ്പോൾ വലിയ അധിക ദിവസങ്ങളൊന്നുമില്ല. ഇതും കൂടി പർച്ചേസ് ചെയ്ത് ഇത് നമ്മൾ മോള് ഉറങ്ങിയ ഗ്യാപ്പിലാട്ടെ വരുന്നത്. മോള് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് പർച്ചേസ് ചെയ്യാൻ പോകാൻ കഴിയൂല. കാരണം എന്താ വെച്ചാൽ അവിടെ ഫുള്ള് വലിച്ചു. ഓൾക്ക് എന്താണെന്ന് വെച്ചാൽ മേത്തു ഇരിക്കൂല. ഓൾക്ക് ഇറങ്ങി ഓളെ കൈ എത്തുന്നിടത്ത് കൂടെ ഉള്ള കംപ്ലീറ്റ് വലിച്ചിടും. ഇപ്പം ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് ആ ബിസ്ക്കറ്റൊക്കെ പൊട്ടിച്ചിട്ട് ആ ചങ്ങ ഇന്നിങ്ങനെ നോക്കാം. നമുക്ക് വാങ്ങല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അപ്പൊ പിന്നെ വെറുതെ നാശാക്കണ്ടല്ലോ. അപ്പൊ പിന്നെ മോള് ഉറങ്ങുകയാണ്. ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ ഇറങ്ങി. ഇനിയിപ്പോ മോളെ നമുക്കൊരു ബാധ്യത ആയി എന്നൊന്നും ആരും പറയണ്ട. കാരണം എന്താ വെച്ചാൽ ഇത് ഇവിടെ അറ്റാണ്, തൃക്കടിയിലേക്ക് അറ്റാണ് പോകുന്നത്. എന്തായാലും അധിക സാധനമൊന്നുമില്ല. ഞാൻ ആദ്യം ഇതൊക്കെ അവിടെ ഉണ്ട് വിചാരിച്ചിനി, എന്റെ ടെൻഷൻ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നിജാസ് ചക്കരയുടെ കൂടെ ലേബർ റൂമിൽ കേറിയല്ലോ. പക്ഷെ അത് സയന്റിഫിക് ഡോക്ടർമാർ പറയണത് എന്താണ്? സയന്റിഫിക് ഡോക്ടർമാര് ഡോക്ടർമാരല്ല, സയന്റിഫിക് ഡോക്ടർമാര് പറയണത് എന്താ അറിയോ? നമ്മളൊരു കാര്യം പറയട്ടോ, കാരണം നമ്മൾ അത്രയും ഒരു പെണ്ണ് അനുഭവിക്കണ ഏറ്റവും വലിയ വേദനയാണ് ആ ഒരു ടൈം. അപ്പൊ നമ്മളമ്മമാരും നമ്മളെ ഹസ്ബൻഡുമാരും ഒക്കെ ആ ടൈമില് നമ്മളെ അടുത്തുണ്ടാവുമ്പോ ആ ഒരു വേദനക്ക് പകുതി ഒരു ആശ്വാസം കിട്ടുന്നത്. കാരണം എത്രയോ അറിയാത്ത ആൾക്കാരല്ലേ ആ ടൈമിൽ ഉണ്ടാകുക. അപ്പൊ ചോദിക്കണോലുണ്ടാവും ഏതൊക്കെ ഇപ്പൊ എല്ലാരും. നമ്മളെല്ലായിടത്തും അല്ല, നമുക്ക് പോസിബിൾ ആണ് നമ്മൾ ചെയ്യാം. എന്തായാലും ആ ഒരു കടമ്പ കഴിയണം. എനിക്കിപ്പോ ടെൻഷൻ അതല്ല, ഇവള് പ്രസവിക്കണമെന്നല്ല, ഞാൻ അവിടെ നിക്കണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എന്റെ ടെൻഷൻ. അപ്പൊ ഇവള് പറയണ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവൾക്ക് ആ നേരത്തെ ഒരു ധൈര്യം ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് പ്രസവിക്കുമ്പോ ഞാൻ കൂടില്ലാത്ത അത്ര. ഇത് മിക്കവാറും രണ്ട് പ്രസവം അവിടെ കാണും. അല്ല, ഒരു ഡെലിവറി ഉണ്ടാവും, ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും. എനിക്കെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഭയങ്കര എനിക്ക് ഭയങ്കര സൗണ്ട്, കരച്ചില് അതൊന്നും എനിക്ക് പറ്റൂല. അതാണ് പ്രശ്നം. അതാണ് ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കേറണം. ഇപ്പൊ ഈ പറയുമ്പോ കേറണം എന്നുണ്ട്, പക്ഷെ എന്റെ ഈ ഒരു തടിയും കൊണ്ട് എനിക്കത് ആവുമോന്ന് എനിക്ക് അറിയൂല. അതാണ് പ്രശ്നം. എന്താ കാട്ടെന്ന് അറിയോ? ഈ അഭിനയിക്കോടെ ചിലപ്പോ ആ ശാന്തി ഹോസ്പിറ്റലിലേക്ക് പിന്നെ പോവാൻ പറ്റാതെ ആക്കിയിരിക്കണേ. എനിക്ക് പിന്നെ പുറത്തിറങ്ങിയിട്ട് ഡോക്ടർമാരെ കാണണമല്ലോ. ഇവിടെ തൊള്ളേ തോന്നിയൊക്കെ വിളിച്ചു പറയൂ. എന്താ പറഞ്ഞേ ഡോക്ടറിന്? എന്താ പറഞ്ഞ ഈ നേഴ്സിനെ അവിടെ എന്തൊക്കെയോ പിച്ചും പേയും പറഞ്ഞിരിക്കണേ. ആ നേഴ്സ് എന്ത് വായിച്ചു? ആ നേഴ്സിനെ പറയേണ്ടത് ഞാൻ കേൾക്കേണ്ടി വരും ഗൈസ് അതിൻ്റെ ഉള്ളില്. എന്തായാലും ആ ഒരു കടമ്പ കടക്കണം. എന്തായാലും കേറുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. എന്തൊക്കെയാണെന്നുള്ളത് നോക്കണമല്ലോ. പിന്നെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ബില്ലടക്കാൻ മാത്രമേ ഞാൻ വരുന്നുള്ളൂ പറഞ്ഞു. നമുക്ക് ആവശ്യമുള്ള എന്താ വെച്ചാൽ വാങ്ങിക്കോന്ന് പറഞ്ഞിട്ടാണ്. എന്നായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുമ്പോൾ ഓരോന്ന് വാങ്ങണ്ടെന്ന് പറയുമല്ലോ. അപ്പോൾ അവൾക്ക് ഫുൾ സ്വാതന്ത്ര്യം കിട്ടി, എന്ത് വേണമെങ്കിൽ വാങ്ങിക്കോന്ന് പറഞ്ഞിട്ടാണ്. എന്തായാലും പ്രസവിക്കേണ്ടതല്ലേ, ഒരമ്മയാവേണ്ടതല്ലേ. അപ്പോൾ അത്രത്തോളം വേദനയും കാര്യങ്ങളൊക്കെ ഓല അനുഭവിക്കേണ്ടതല്ലേ. നമ്മൾ വീഡിയോയിൽ ഓരോന്ന് ഓലെ ഭ്രാന്താക്കാൻ പറയുകയാണെങ്കിലും ആ ടെൻഷനും ആ ബേജാറും ആ ഒരു ത്യാഗമൊന്നും നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ അവർക്ക് വേണ്ട നമ്മൾ ചെയ്തു കൊടുക്കുക. വീഡിയോയിൽ ഓരോന്ന് പറയാൻ നിങ്ങൾ കണക്കാക്കണ്ട. നമുക്ക് സ്നേഹമില്ലാനിട്ടോ അല്ലാതെ പോലെ പരിഗണിക്കാനിട്ടോ അതൊന്നുമല്ല. അത് വീഡിയോക്ക് ഒരു ഹൈപ്പിനും അതേമാതിരി ഓലെങ്കിലും പിരാന്താക്കുമ്പോൾ ഇങ്ങോട്ട് റിഗ്രറ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങോട്ട് വീഡിയോ കാണുന്ന ആളുകൾക്കും എന്തെങ്കിലും രസം അങ്ങനെ കണക്കാക്കിയിട്ടാണ്, അല്ലാതെ നമ്മളൊന്നും വിചാരിച്ചിട്ടല്ല. അതെല്ലാവരും മനസ്സിലാക്കുക. ബക്കറ്റ് വേസ്റ്റ് പിന്നെ ഇത് ഇവിടുക്ക അവിടുക്ക ഇതെന്തിന്റെ കഷ്ണ തുണി ഇടാനോ? അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം കുട്ടി ഉണ്ടായപ്പോ ആ കഷ്ണ തുണിയുടെ ബക്കറ്റ് പാമ്പേഴ്സോ? ഓക്കെ ഗായ്സ്, ശരി. ഈ എന്നോട് പറഞ്ഞെന്താ സോപ്പും പാത്രം കഴിക്കുന്ന സോപ്പൊക്കെ പറഞ്ഞിട്ട് ഞാനവിടെ പോയി ബില്ല് എത്ര ചോദിച്ചപ്പോ 1500 അത്ര. 2 ബക്കറ്റിന്റെ വില
നമ്മളവിടെ ചെറിയൊരു അവിടെ പെരയില് കൊറേ പെയിന്റ് ബക്കറ്റ് ഉണ്ടായിരുന്നല്ലേ, അത് പോരാന്നല്ലേ? ചെറിയൊരു ബക്കറ്റ് ഒരു ആവശ്യമാണ്, അതില്ല. മിക്കവാറും ഇന്ന് രാത്രി ചിലപ്പോ അഡ്മിറ്റ് ആവേണ്ടി വരും. ഇന്നലത്തെ മാതിരത്തെ പെയിൻ ആണെങ്കിൽ അങ്ങനെ പറയല്ലേ, ചക്കര പറഞ്ഞിക്കണേ. എന്ത് ഓൾതങ്ങൾ അന്ന് അങ്ങനെ പറഞ്ഞു അന്ന് ഉച്ചക്കേശോള് പോയി. പ്രസവിക്ക സുഖായില്ലേ? എന്തായാലും ഇന്നലത്തെ വേദനയൊക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു പോകേണ്ടി വരുന്നു. പിന്നെ രാവിലെ വന്നപ്പോ വലിയ കുഴപ്പമില്ല, പേടിക്കണം. പിന്നെ നമുക്ക് ഇവിടെ എടുത്താണ്ട് വലിയ സീനല്ല കേട്ടോ. ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ നമുക്ക് ആകെ 10 കിലോമീറ്ററും പിന്നെ റോഡും കുഴപ്പമില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അങ്ങനെ ആഗ്രഹങ്ങൾ ഇങ്ങനെ ഓരോന്ന് പറയണത് സാധിച്ചു കൊടുക്കണം കേട്ടോ അല്ലേ. കാടമുട്ട മസാല വേണമെന്ന് പറഞ്ഞ് അങ്ങനെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തതിനു ശേഷം കാടമുട്ട മസാല വാങ്ങിക്കൊടുത്ത് കട്ട്ലൈറ്റ് അവരേക്കുള്ളത് പാർസൽ വാങ്ങിക്കണം കേട്ടോ. ഇനിയിപ്പോ ഓളെ കൊണ്ടുപോയിട്ട് കുറെ അമ്മായി താത്താര് ഇറങ്ങി ഭാര്യക്ക് കൊണ്ടുപോകാൻ ഭർത്താവ് ഒളിപ്പിച്ച് കൊണ്ടുപോയി എന്നൊക്കെ പറയും. നമ്മള് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ പെരക്കാർക്ക് വാങ്ങലും ഉണ്ട് കൊടുക്കലും ഉണ്ട് കേട്ടോ. അതിനൊന്നും ആരും പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് പോകുന്നല്ലാതെ നമ്മള് മേലെ തട്ടൊന്നുമില്ല. എന്തായാലും ഇൻഷാ അല്ലാഹ് ഇനി ഒന്നും വാങ്ങാനും ഇതാക്കാനൊന്നുമില്ലല്ലോ. ഇനി ഇതിനെ ചൊല്ലി ഒരൊറ്റ വീഡിയോ ഉണ്ടാവുള്ളൂ. ഇതൊക്കെ പാടെ പാക്കിങ് ആക്കണത്. ഇനി ഇതൊക്കെ തിരുമ്പി പാക്ക് ചെയ്ത് ഒരു കോണ്ടൂട്ടിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാല് നമ്മുടെ തിരുമ്പല് കഴിഞ്ഞു. ഇനി ഇത് പാക്ക് ചെയ്താൽ മതി. ഇനി നാളെ നമ്മൾ എന്തൊക്കെ വാങ്ങി എന്തൊക്കെ സാധനങ്ങളാക്കി എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് സീന് വേറെ ഒരാളുടെ കോപ്പി അടിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യണത്. അതൊക്കെ കുറെ ആൾക്കാരുടെ വീഡിയോ കണ്ട് ഓല് ഡിസ്ക്രിപ്ഷനിൽ എഴുതിയതിനനുസരിച്ച് കഴിഞ്ഞാൽ സാധനങ്ങൾ വാങ്ങിയിട്ടുള്ളതും പർച്ചേസ് ചെയ്തിട്ടുള്ളതും കുട്ടിക്കുള്ളതും വാപ്പാക്കുള്ളതും ഇനി വാപ്പാന്റെ ആദ്യത്തെ കുട്ടിക്കുള്ളതും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്റെ ആദ്യത്തെ കുട്ടി അലേഖയാണല്ലോ. ഓക്കെ, അപ്പൊ അതൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാവർക്കും ബാഗ് കെട്ടിട്ട് ശബരിമലക്കല്ലേ പോണേ. എന്നെ എല്ലാവർക്കും ബാഗ് കെട്ടിട്ട് മറ്റേ പറഞ്ഞമാതിരി ശബരിമലക്കല്ലേ പോണപ്പോ ഹോസ്പിറ്റലിലേക്ക് പറയാനാ പോകണം. എനിക്കൊക്കെ ബാഗ് ഇല്ലെങ്കിൽ ഉള്ള ഡ്രസ്സിൽ നിക്കണം. പിന്നെ എന്തായാലും ഗൈസ് മൊത്തത്തിൽ ഇത്രേ ഉള്ളൂ. ഇനി ഇതിനെ ചൊല്ലിയിട്ടൊരു വീഡിയോ അല്ല, ബാഗ് കിട്ടുന്നൊരു വീഡിയോ പാടിട്ട് അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഒരുപാട് വീഡിയോ റെഫറൻസ് എടുത്ത് അതിൽ നോക്കിയിട്ടാട്ടോ ഈ ഉണ്ടാക്കിക്കണേ. അപ്പൊ എന്തായാലും ഒരു കൂട്ടി വെക്കണതൊക്കെ നമ്മൾ കാണിക്കണത് എന്താ വെച്ചാൽ കൊറേ ഉപകാരം ഉണ്ട്. കാരണം എന്താ വെച്ചാൽ അതിൽ നമുക്ക് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ചേർക്കണമെങ്കിലോ ഒക്കെ കമന്റിൽ പറയുമ്പോ നമുക്ക് ഒന്നും കൂടി ഓക്കെ. അപ്പൊ എന്തായാലും ഗൈസ്